കുഞ്ഞാലുവിന് നാടായിരുന്നു എല്ലാത്തിൻ്റെയും അടിയിൽ കിടക്കുന്ന ഊർജസ്രോതസ്. ഏതുയരത്തിലും നാടിൻ്റെ വേരാഴത്തിൽ കാലൂന്നി നിന്ന മനുഷ്യൻ. സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്കും മദ്രാസിലെ തിരക്കുകളിലേക്കും വണ്ടി കയറുന്നതിനു മുന്നേ കുഞ്ഞാലു 1/4 നൂറ്റാണ്ടുകാലം ജീവിതത്തിൻ്റെ കയ്പുനീരത്രയും കുടിച്ചു തീർത്തത് കൊടുങ്ങല്ലൂരിൻ്റെ അകവഴികളിലാണ്. കാരയിലും ഏറിയാടും ചുറ്റുവട്ടത്തും കുഞ്ഞാലു ജീവിക്കാൻ പെട്ട പാട് ഒരു സിനിമയിലും കാണാത്തത്ര ചൂടും വേവും നിറഞ്ഞതായിരുന്നു. ഇവിടെയാണ് കുഞ്ഞാലു ജീവിച്ചത്. ജീവിച്ചു വളർന്ന വീട് കാര ജംഗ്ഷനിലെ ഈ ഇടത്തായിരുന്നു. ഇവിടെ ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ഉടമസ്ഥതയിൽ ബഹദൂർ കൺവെൻഷൻ സെന്റർ ആ ഓർമ്മയുടെ അടയാളമായി ഉയർന്നു നിൽക്കുന്നു. ഹൃദയാലുവായ കുഞ്ഞാലു പിറന്നു ജീവിച്ച കൊടുങ്ങല്ലൂരിൻ്റെ വഴികളിൽ ആവോളം പിന്നെയും കാണാം ഓർമ്മയുടെ പൊട്ടുകൾ. കാര ജംഗ്ഷനിലെ ബഹദൂർ ഗ്രാമീണ വായനശാല അതിലൊന്ന്. തൊട്ടടുത്ത് നവീകരണം കാത്തുകഴിയുന്നു ബഹദൂർ സ്റ്റേജ്. ബഹദൂർ സ്മൃതിയുടെ ഓഫീസും കാരയിൽ തന്നെ. ബഹദൂർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഏറിയാട്ടെ കേരളവർമ്മ ഹൈസ്കൂൾ. ഇല്ലായ്മകൾ നിറഞ്ഞ വിശപ്പിൻ്റെ കാലത്ത് പല പണികൾ ചെയ്ത് കുഞ്ഞാലു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ബഹദൂറിൻ്റെ ഓർമ്മ കാണാം കവാടത്തിൽ. പട്ടിണിയുടെ അക്കാലത്ത് എല്ലാത്തിനുമിടയിൽ നാടകത്തിൻ്റെ തിരശ്ശീലയും ഈ നാടകങ്ങളിൽ ഉയർന്നു പൊങ്ങി. കാര മുതൽ കോതപറമ്പ് വരെ 4 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ബഹദൂർ റോഡും ആ ഓർമ്മയ്ക്ക് പാതയൊരുക്കുന്നു. ഈ അടുത്ത് കൊടുങ്ങല്ലൂരിനടുത്തെ MES അസ്മാബി എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടികളുടെ പഠനത്തിനായി എഡിറ്റിംഗ് സ്റ്റുഡിയോയും തിയേറ്ററും സ്ഥാപിച്ചപ്പോഴും അതിനവർ പേരിട്ടു ബഹദൂർ സ്റ്റുഡിയോ. സർക്കാർ സ്മാരകമെന്ന സ്വപ്നം അത്ര അകലെയല്ലാതെയുണ്ട്. സ്ഥലം ലഭ്യമാക്കുന്ന മുറയ്ക്ക് സ്മാരകം പണിയാൻ സർക്കാർ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നാട് ഈ 25 വർഷത്തിനിപ്പുറവും ബഹദൂറിനെ സ്വന്തം മകനെപ്പോലെ ഓർക്കുന്നു, പരിഗണിക്കുന്നു. ഏറിയാട്ടും കാരയിലും വെറുതെ നടന്നാൽ ഈ തലമുറയും നിങ്ങൾക്ക് പറഞ്ഞു തരും ബഹദൂർ എന്ന മനുഷ്യനെക്കുറിച്ച്. ബഹദൂറിൻ്റെ ഓർമ്മയിൽ ട്രസ്റ്റും മറ്റും ജീവസോടെ നിലനിർത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തുടരുന്നു നാട്ടുകാരും ഉറ്റവരും മറ്റു കുടുംബാംഗങ്ങളും. അതുതന്നെയാണ് ഈ മനുഷ്യസ്നേഹിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്മാരകം. നാട്ടാരെ ഹൃദയത്തോട് ചേർത്ത ബഹദൂറിനെ നാടും ഹൃദയത്തിനു ചാരെ തന്നെ പാർപ്പിക്കുന്നു, ഏതോ കടം വീട്ടാനെന്ന പോലെ.